കിച്ചു സുധയുടെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കിച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താണ് പറഞ്ഞു തന്നത്? ആരെയും വിശ്വസിക്കരുത്, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ, മറ്റുള്ളവരൊന്നും കൂടെ കാണില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞിരുന്നു എന്ന് കിച്ചു പറയുന്നുണ്ട്. കൊല്ലം സുധിയുടെ മകൻ എന്ന് അറിയപ്പെടാൻ തനിക്ക് ഇഷ്ടമാണെന്ന് കിച്ചു പറയുന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പറയുന്നുണ്ട്, ചില സമയത്തൊക്കെ കിച്ചു എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മറ്റുള്ള ഓൺലൈൻ ചാനലുകാർ കൂടെ വരുന്നത് ഒക്കെ ഒരു ബുദ്ധിമുട്ടാവും എന്ന്. ആ സമയത്ത് കിച്ചു പറയുന്നുണ്ട്, എന്നെ വിളിച്ച് വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ വേണ്ട എന്ന് പറയാറുണ്ട്. ചില സെലിബ്രിറ്റീസിന് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാണ് എന്നും ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ആയത് എന്ന് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കിച്ചു പറയുന്നു, ആനിമേഷൻ VFX അത് പകുതിക്ക് വെച്ച് ഡ്രോപ്പായി. കിച്ചുവിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് കിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് തനിക്ക് സന്തോഷം ഉണ്ടാവുന്നതെന്ന് കിച്ചു പറയുന്നു. നെഗറ്റീവ് കമൻസ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് കിച്ചു പറയുന്നുണ്ട് വരുന്നുണ്ട് എന്ന്. അതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നും പറയുന്നുണ്ട്. ഒട്ടും ജാടയില്ലാത്ത പയ്യനാണ് കിച്ചു എന്ന് ഇൻ്റർവ്യൂവർ പറയുന്നുണ്ട്. തൻ്റെ അച്ഛനെ സ്റ്റാർ മാജിക്കിലൂടെയാണ് കൂടുതൽ പേർ അറിയുന്നത് എന്ന് കിച്ചു പറയുന്നു. ഇൻ്റർവ്യൂവർ പറയുന്നുണ്ട്, അച്ഛനെ നല്ല ഹാപ്പി ഫേസ് ആയിട്ടാണ് ക്യാമറയിൽ കൂടെ കാണുന്നത്. TV-യിൽ കാണുന്ന സുധിച്ചേട്ടനും വീട്ടിലുള്ള സുധിച്ചേട്ടനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന സമയത്ത് കിച്ചു പറയുന്നുണ്ട്, ഒരേപോലെ ആയിരുന്നു എന്നും വിഷമങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് എന്നും പറയുന്നു. ഇൻ്റർവ്യൂവർ കിച്ചുവിനോട് കിച്ചുവിൻ്റെ അച്ഛനായ സുധിയുടെ കാര്യവും അതുപോലെ കിച്ചുവിൻ്റെ കാര്യവുമൊക്കെ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് കിച്ചു വളരെ വ്യക്തമായ മറുപടി തന്നെയാണ് പറയുന്നത്. കിച്ചു ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ തന്നെ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഒരു മകനാണ് കിച്ചു എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് കിച്ചു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. തൻ്റെ അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മകനായിരുന്നു. അച്ഛൻ്റെ ഉപദേശങ്ങളൊക്കെ തന്നെ ഇപ്പോഴും മനസ്സിലുണ്ട്. അതനുസരിച്ച് ജീവിക്കാനാണ് കിച്ചു ശ്രമിക്കുന്നത്. സുധിയുടെ ആരാധകർ കിച്ചുവിനെയും സ്നേഹിക്കുന്നുണ്ട്. കിച്ചുവിന് ഒരു നിഷ്കളങ്കമായ മനസ്സാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇൻ്റർവ്യൂവറുടെ ഓരോ ചോദ്യത്തിനും വളരെ വ്യക്തമായിട്ട് തന്നെയാണ് കിച്ചു തൻ്റെ സ്റ്റാൻഡ് പറയുന്നത്. സ്ഥലം വാങ്ങണം എന്നൊക്കെ കിച്ചുവിന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമൊക്കെ സാധിക്കട്ടെ. കിച്ചുവിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. വ്ളോഗുകൾ കിച്ചു പോസ്റ്റ് ചെയ്യാറുണ്ട്. കിച്ചു ഇപ്പോൾ തൻ്റെ ഭാവി പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണ്. ആ ഒരു ശ്രമം വിജയിക്കട്ടെ. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും വിജയം ഉണ്ടാവും, അതുറപ്പാണ്.